ഹായ് ഓൾ, ദിസ് ഇസ് സൺഡേ ആഫ്റ്റർനൂൺ. പക്ഷേ ഇത് ഈ സൺഡേ അല്ല, മുൻപ് എപ്പോഴോ കഴിഞ്ഞു പോയൊരു സൺഡേ ആണ്. ലഞ്ചിന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കുക്ക് ചെയ്ത ബീഫിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത 2 വലിയ സവാള, ഒരു വലിയ പഴുത്ത തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് മുഴുവൻ മസാലകളും വേണം. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫ് ആയതുകൊണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട. ഗരം മസാല നോക്കിയപ്പോൾ അതും കഴിഞ്ഞിരിക്കുകയായിരുന്നു. പണി പാളി. ബിരിയാണി മസാല വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, കുറച്ച് ബിരിയാണി മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല കട്ട തൈര് ഒഴിച്ച് നല്ലപോലെ കുഴച്ച് കുറച്ച് നേരം മാറ്റി വെച്ചിരിക്കാം. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചത് സോണിമോളുടെ കല്യാണത്തിനൊക്കെ മുൻപാണ്. ഫോർ എക്സാമ്പിൾ, ആ കൊല്ലം അവിടെ കിടക്കുന്ന കണ്ടാൽ മനസ്സിലാവും ഇത് എപ്പോഴുള്ള വീഡിയോ ആണെന്ന്. ബൈ സോണിമോളും ഹസ്ബൻഡും ഒക്കെ തിരിച്ച് UAE പോയി കേട്ടോ. ഒരു നല്ല വിരുന്ന് കൊടുക്കാനുള്ള ഗ്യാപ്പ് പോലും രണ്ടെണ്ണവും തന്നിട്ടില്ല. ആഫ്റ്റർ മാരേജ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നീ ഹാപ്പി അല്ലേ എന്നൊരൊറ്റ ചോദ്യം മാത്രമേ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചതുള്ളൂ. അവൾ ഹാപ്പിയാണെന്നല്ല, ബ്ലെസ്ഡ് ആണെന്ന് വേണം പറയാൻ. അപ്പോൾ നമുക്കിതേ ബിരിയാണിയുടെ ബാക്കി പരിപാടികൾ തുടങ്ങാം. ഞാൻ 2 ഗ്ലാസ് കൈമാറി എടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇത് ബാക്കി ഉണ്ടെങ്കിൽ രാത്രിയും കഴിക്കാമല്ലോ. ഞാൻ ബിരിയാണി വെക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അവസാനം നെയ്യ് ഇടുന്ന പരിപാടി ഞാൻ മിക്കപ്പോഴും ചെയ്യാറില്ല. ഞാനിങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ ഓയിലിൻ്റെ പരിപാടികളൊക്കെ അങ്ങ് തീർക്കും. ബട്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്ക് ആദ്യം ഈ സവാള നല്ല ബ്രൗൺ കളറാക്കി മൊരിച്ച് വഴറ്റിയെടുക്കണം, കരിക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവാതെ നമുക്ക് ആ ഒരു പരുവത്തിന് വഴറ്റിയെടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഇതിനെ മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോവുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള ബീഫ് ഞാൻ ഒരു പാത്രത്തിലാക്കി അതങ്ങ് ഫ്രിഡ്ജിലേക്ക് ആക്കുന്നുണ്ട്, നാളെ കറിയോ മറ്റോ ആക്കാനായിട്ട്. ബീഫ് കുക്ക് ചെയ്തത് ഇതിൻ്റെ തന്നെ മീഡിയം സൈസ് കുക്കറിലായിരുന്നു. ആ കുക്കർ കഴുകി ഉണക്കാൻ വെച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഇപ്പോൾ കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഗ്യാസിൻ്റെ സൈഡിലായിട്ട് ഞാൻ എടുത്ത് വെക്കും. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മേനോട് പറഞ്ഞു ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ വെക്കാണ്ടിരുന്നൂടെ, നല്ലത് കിട്ടിയെന്ന് പറഞ്ഞു തിരിച്ച്. ഇറ്റ് ഡിഫേഴ്സ് ആക്ച്വലി. ഓരോ അടുക്കളയും വ്യത്യസ്തമാണ്, അതിലുള്ള ഓരോ ആൾക്കാരും വ്യത്യസ്തരുമാണ്. ഈ ഡിഫറൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2026 എനിക്ക് തന്നെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന പല ഡിഫറൻസുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് സ്റ്റാർട്ടഡ് പ്രയോറിറ്റൈസിങ് മൈസെൽഫ്. കുക്കറിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന സാധനങ്ങളിൽ അരി ഒഴികെ ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട അതേ ഓർഡറിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരി ആഡ് ചെയ്ത് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ചേർത്ത് പുഴുങ്ങിയെടുക്കാനുള്ള 3 മുട്ടയും കൂടെ ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. അടയ്ക്കണതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഓർത്തത് പെരുംജീരകവും ചെറിയ ജീരകവും ചേർത്തിട്ടില്ല എന്ന്. അത് രണ്ടും കൂടെ ചേർക്കണം, എന്നിട്ട് വേണം അടയ്ക്കാൻ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മതി. ഞാൻ പറഞ്ഞ കാര്യം ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ 2025 എത്ര തവണ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചു എന്നും എത്ര തവണ ഇല്ല എൻ്റെ സന്തോഷത്തിന് ഞാനിത് ചെയ്യും എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തു എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ബാക്കി ആർക്കും വേണ്ടി ഒന്നും ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു കുന്നിക്കുരുവോളോ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരു മലയോളോ ആയിക്കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും?